പാലക്കാട് 10,000-ഓളം വോട്ടുകൾ UDFന് നൽകിയെന്ന് SDPIയുടെ സ്ഥിരീകരണം. SDPI ജില്ലാ സെക്രട്ടറി സഹീർ ചാലപ്പുറം വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ SDPI വോട്ടുകൾ നിർണായകമായിട്ടുണ്ട്. UDF നേതൃത്വവുമായി ചർച്ചകൾ നടന്നിരുന്നുവെന്നും SDPI വ്യക്തമാക്കി. പാലക്കാട് മണ്ഡലത്തിലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണ് അവിടെ മുൻതൂക്കമുള്ളത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ളൊരു തീരുമാനമായിരുന്നു, ആ ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. പാർട്ടിയുടെ ആഹ്വാനപ്രകാരം പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ കൂടുതൽ സ്വാധീനമുള്ളത് എന്നുള്ള നിലക്ക് UDFന്റെ വൻ വിജയത്തിന് കാരണമാവുകയും ചെയ്തു. 180 ബൂത്തുകളിൽ 128ഓളം ബൂത്തുകളിൽ പാർട്ടിക്ക് സ്വാധീനമുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. പാലക്കാട് കോൺഗ്രസ് SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും പ്രവർത്തിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, ഇത് എന്താണ് അവിടെ സംഭവിച്ചതെന്നും വിജയത്തിലേക്ക് വഴിവെച്ചത് എങ്ങനെയൊക്കെയാണ് എന്നും വ്യക്തമാക്കുന്ന തെളിവുകളാണ് എന്ന് മാത്രമല്ല SDPI വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എങ്ങനെ സംഭവിച്ചു എന്നത് സുനിശ്ചിതമായി. തീർച്ചയായിട്ടും SDPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു 120-ലേറെ ബൂത്തുകളിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ട്. 10,000-ഓളം വോട്ടുകൾ തങ്ങൾ കൃത്യമായി കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് SDPIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP നേരത്തെ തന്നെ ഉയർത്തിയിരുന്ന പ്രധാന ആരോപണം എന്നുള്ളത് മതതീവ്രവാദ സംഘടനകളെ ഈ തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിക്കുന്നു UDF എന്നുള്ളതാണ്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ടെന്ന് പറയാൻ ഈ കോൺഗ്രസ് തയ്യാറാവുമോ UDF തയ്യാറാവുമോ എന്നൊക്കെ നിരന്തരം ചോദിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും കൃത്യമായ ഉത്തരം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നില്ല. ഏതായാലും വിജയം കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു. ആ വിജയത്തിന് കാരണം കൃത്യമായിട്ട് തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ SDPIയെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും എല്ലാം കൂട്ടുപിടിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് UDFിലേക്ക് എത്തിച്ചതാണ് ഇത്തരമൊരു വിജയത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് SDPIയുടെ വാർത്താ സമ്മേളനമാണെങ്കിലും ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾക്കൊപ്പവും അതുപോലെ തന്നെ SDPIയുടെ നേതാക്കൾക്കൊപ്പവും നിൽക്കുന്ന ചിത്രങ്ങൾ ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളും പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് കൃത്യമായിട്ട് തന്നെ ഈ സംഘടനകളുമായിട്ട് ആലോചന നടത്തിയിരുന്നു. ഇവരുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക തന്നെയാണ് കോൺഗ്രസ് ചെയ്തത് എന്നുള്ളത് വ്യക്തമാവുന്ന കാര്യമായിരിക്കുകയാണ്. ഏതായാലും 40,000-ലേറെ ന്യൂനപക്ഷ വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉള്ളത്. ആ 40,000-ലേറെ വോട്ടുകൾ ഒരു N ബ്ലോക്ക് ആയിക്കൊണ്ട് UDFന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ ബെൽറ്റുകളിലേക്ക് പോൾ ചെയ്ത വോട്ടും അതിനുശേഷം UDFന് ലഭിച്ച വോട്ടും പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഭൂരിഭാഗം വോട്ടും കൃത്യമായി തന്നെ ഈ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാനും കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഏതായാലും SDPI തന്നെ പറയുന്നു തങ്ങൾ ഈ ഒരു UDFുമായി ചർച്ചകളും മറ്റും നടത്തിയിട്ടുണ്ട്. UDFിന്റെ വിജയത്തിന് വേണ്ടി തങ്ങൾ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് 120ഓളം മണ്ഡലങ്ങളിൽ 120ഓളം ബൂത്തുകളിൽ സ്വാധീനമുണ്ട്. 10,000-ഓളം വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് മേടിച്ചു കൊടുക്കാൻ തങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് SDPI ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തി അവരുടെ അവകാശവാദമായിട്ട് ഉന്നയിച്ചത്. UDF ഏതായാലും SDPI എന്നുള്ള സംഘടനയുടെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയത് എന്നുള്ളത് ഈ SDPIയുടെ വാർത്താ സമ്മേളനത്തോടുകൂടെ വ്യക്തമാവുകയാണ്. നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടുകൾ എണ്ണുന്ന സമയത്ത് മുന്നിട്ട് നിന്ന സമയത്തും SDPI ആണ് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് ആദ്യം ആഹ്ലാദ പ്രകടനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് തങ്ങൾ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം, ഒരു മത വർഗീയ സംഘടനയുടെയും വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ആയിരുന്നു കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി പല നേതാക്കളും പറഞ്ഞിരുന്നില്ല, സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞിരുന്നില്ല. ഇപ്പോഴേതായാലും കൃത്യമായിട്ട് തന്നെ ഈ SDPIയുമായും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായും കൃത്യമായ ഒരു യോഗം ഇവർ നടത്തിയിരുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇത്തരം ഈ സംഘടനകൾക്ക് കൂടെ ചേർന്നുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. മാത്രമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്നുള്ളത് ഈ SDPI നേതാക്കൾ
പള്ളികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്ത ലഘുലേഖ, ആ ലഘുലേഖ പിടിച്ചു നിൽക്കുമ്പോൾ ആ ലഘുലേഖ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നതായി നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതേതായാലും ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് ഈ ലഘുലേഖ വിതരണം നടത്തിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അടിച്ചു നൽകിയ ലഘുലേഖയാണ് SDPI ഇത്തരത്തിൽ പള്ളികളിലും ന്യൂനപക്ഷ വീടുകളിലും ഒക്കെ കൊണ്ടു നൽകിയത് എന്നുള്ളതായിരുന്നു നേരത്തെ BJPയും CPM ഒക്കെ ആരോപണം ഉന്നയിച്ചത്. ഏതായാലും അത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കൂടെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ലഭിച്ചുവെങ്കിലും ആ വിജയം കൃത്യമായൊരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞതിലൂടെയാണ് എന്നുള്ളത് കൂടുതൽ അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യം SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയോടുകൂടെ തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ പലതരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് SDPIയുടെ അവകാശവാദമാണെങ്കിലും ഈ ചിത്രങ്ങളാണെങ്കിലും. ശരി അരുൺ, അത് നിഷേധിച്ചാൽ ഇനി നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. ആര് വോട്ട് തന്നാലും സ്വീകരിക്കുമെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ചർച്ചകളും ധാരണകളും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകളും വാർത്താ സമ്മേളനവുമെല്ലാം.